ഭാരതത്തിൻ്റെ ചരിത്രം, സ്വാതന്ത്ര്യ ചരിത്രം തുടങ്ങുന്നത് എപ്പോൾ? നോക്കൂ, യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്ര രചന എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം അതൊരു പക്ഷെ തടസ്സപ്പെടുന്നത് തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് മേലാണ്. കാരണം 1947 ഓഗസ്റ്റ് 15 രാഷ്ട്രം സ്വതന്ത്രമായതിനു ശേഷം 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 1951, 52 കാലഘട്ടങ്ങളിൽ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം അധികാരത്തിലേറുന്ന ആദ്യത്തെ മന്ത്രിസഭ ഇന്ത്യയുടെ ഔദ്യോഗിക ചരിത്രം രചിക്കാൻ വേണ്ടി ഒരു 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 കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ചീഫ് എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ R.C. മജുംദാറാണ്. R.C. മജുംദാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ചരിത്രകാരന്മാരിൽ ഒരാളാണ്. ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിയൻ ഓഫ് ഓൾ ടൈം, ഏറ്റവും മഹാനായിട്ടുള്ള ചരിത്രകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ബഹുമതികൾ ധാരാളമുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു യുനെസ്കോയുടെ നേതൃത്വത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ എഴുതാൻ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആളാണ് ഡോക്ടർ R.C. മജുംദാർ. ഞാൻ പറയണ്ടല്ലോ, ചിലപ്പോ ചരിത്രം ഒരുപക്ഷെ വീണ്ടും ആവർത്തിച്ചേക്കാം, എന്നാൽ R.C. മജുംദാറിനെ പോലെയുള്ള ചരിത്രകാരന്മാർ ഒരുപക്ഷെ വീണ്ടും ആവർത്തിക്കില്ല എന്നൊരു പ്രസിദ്ധമായിട്ടുള്ള പ്രയോഗം തന്നെയുണ്ട് അദ്ദേഹത്തെ പറ്റി. അങ്ങനെയുള്ള ആളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി യഥാർത്ഥത്തിൽ പിന്നീട് ഗവൺമെന്റ് പിരിച്ചുവിടാനുള്ള കാരണം, ആ കമ്മിറ്റി പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ഒരു സമരം മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ അരങ്ങേറുന്ന ഒരു പ്രതിഭാസമല്ല. അത് ഏറ്റവും ചുരുങ്ങിയത് 11-ാം നൂറ്റാണ്ട് മുതലെങ്കിലും ആരംഭിക്കുന്നതാണ് എന്നുള്ളതാണ്. ആദ്യത്തെ ഇസ്ലാമിക് ഇൻവേഡർ ഇന്ത്യയിൽ കാല് കുത്തുന്നത് മുതൽ ഒരു ഹൈന്ദവ രാഷ്ട്രം, അല്ലെങ്കിൽ സിന്ധു നദീതടത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഹൈന്ദവ നാഗരികതയുടെ തുടർച്ചയിൽ ഉണ്ടാവുന്ന ഒരു രാഷ്ട്രത്തിലേക്ക്, ആ രാഷ്ട്രത്തെ മതപരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തി തങ്ങൾക്ക് വിധേയപ്പെടുത്തണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ആദ്യത്തെ മുജാഹിദീൻ വാരിയർ ഈ രാജ്യത്ത് കാല് കുത്തുന്നത് മുതൽ ഇതിനെതിരെയുള്ള അധിനിവേശങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അന്ന് മുതൽ തന്നെ ഇതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ ആരംഭിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ എന്താ പറയാ, മറാത്തമാരുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഛത്രപതി ശിവാജിയുടെ നേതൃത്വത്തിൽ മുഗളന്മാർക്കെതിരെ നടന്നിട്ടുള്ള പ്രതിരോധം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. അതല്ലെങ്കിൽ ഹരിഹരനും ബുക്കരായനും കൂടിയിട്ട് 13-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കുന്ന സംഗമ ഡൈനാസ്റ്റി, വിജയനഗര സാമ്രാജ്യം, അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. ഏത് ഇസ്ലാമിക് ടൈറന്റിനെതിരെയും ഏത് ഇന്ത്യൻ രാജാവും നടത്തിയിട്ടുള്ള പ്രതിരോധങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനത നടത്തിയിട്ടുള്ള പ്രതിരോധം എല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 19-20 നൂറ്റാണ്ടുകളിൽ നടന്നിട്ടുള്ള ഒരു ചെറിയ പ്രതിഭാസം, അതൊരു ബ്രിട്ടീഷ് വിരുദ്ധ മുന്നേറ്റം. ആ മുന്നേറ്റത്തെ നയിച്ചത് കോൺഗ്രസ് മാത്രം. ആ കോൺഗ്രസിന്റെ നേതാക്കൾ എന്ന് പറയുന്നത് ഗാന്ധി, നെഹ്റു മാത്രം എന്നത് കോൺഗ്രസ് വരുത്തി തീർക്കണമെന്ന് ആഗ്രഹിച്ച ചരിത്രമാണ്. ഇങ്ങനെ ഒരു ചരിത്രമാണ് ഇവിടുത്തെ തലമുറകൾ പഠിക്കേണ്ടതെന്ന്. എന്നാൽ R.C. മജുംദാർ പറഞ്ഞത്, നമ്മൾ ഈ ചരിത്രത്തെ, സ്വാതന്ത്ര്യ സമരത്തെ സത്യസന്ധമായിട്ട് വിലയിരുത്തുമ്പോൾ അധിനിവേശം മുതൽ അതിനെതിരെയുള്ള പ്രതിരോധം മുതൽ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 11-ാം നൂറ്റാണ്ട് മുതൽ ആ ചരിത്രം പറയണമെന്ന്. പക്ഷെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന, നെഹ്റു ഫാമിലിയുടെ ഏറ്റവും വലിയ ലോയലിസ്റ്റ് ആയിരുന്ന അബ്ദുൽ കലാം ആസാദ്, മൗലാന എന്ന് വിളിക്കുന്ന അദ്ദേഹം അതിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും R.C. മജുംദാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തന്നെ പിരിച്ചുവിടുകയും ചെയ്തു. ഇതിന് പ്രതിരോധമായിട്ടാണ് R.C. മജുംദാർ സ്വന്തം രീതിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം, ഇന്ത്യയുടെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികമായിട്ടുള്ള ചരിത്രം ഏതാണ്ട് 11 വോള്യങ്ങളിലായിട്ട് ഏതാണ്ട് 20 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം എഴുതി പൂർത്തീകരിച്ചിട്ടുണ്ട്, അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ R.C. മജുംദാറിനെ പിരിച്ചുവിട്ടതിന് ശേഷം ഗവൺമെന്റിലെ ഒരു സെക്രട്ടറി ആയിരുന്ന താരാചന്ദിന്റെ നേതൃത്വത്തിൽ ഒരു ഏകാംഗ കമ്മിറ്റി രൂപപ്പെടുത്തി. ആ ഏകാംഗ കമ്മിറ്റിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഔദ്യോഗിക ചരിത്രം. നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്ന ഒരാൾ നിർമ്മിക്കുന്നത് മുതൽ ആരംഭിക്കുന്ന ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പ്രതിരോധം മാത്രമാണ്. ആ പ്രതിരോധത്തിന്റെ ആകെ നേതൃത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതിന് വേറെ ധാരകളൊന്നുമില്ല. അതിൽ വിപ്ലവകാരികളില്ല, അതിൽ എക്സ്ട്രീമിസ്റ്റുകളില്ല, അതില് മറ്റ് നാഷണലിസ്റ്റുകളില്ല. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പോലും വേറെ നേതാക്കന്മാരൊന്നുമില്ല. സുഭാഷ് ചന്ദ്രബോസ് ഇല്ല, സർദാർ വല്ലഭായ് പട്ടേൽ ഇല്ല, KM മുൻഷി ഇല്ല, മദൻ മോഹൻ മാളവ്യ ഇല്ല, മറ്റാരുമില്ല. ബാലഗംഗാധര തിലക്, ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ തന്നെ വിശേഷിപ്പിച്ച ആളാണ് ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ പോലും നമ്മുടെ ഔദ്യോഗിക ചരിത്രത്തിൽ ആ കോൺഗ്രസിനെ നയിച്ചത് ഗാന്ധി, നെഹ്റു എന്ന് പറയുന്ന ദ്വന്ദ്വങ്ങൾ മാത്രമാണ്. ഈ ചരിത്രം താരാചന്ദിനെ ഒരു ഗവൺമെന്റ് സെക്രട്ടറിയെ കൊണ്ട് ശമ്പളം കൊടുത്ത് എഴുതിച്ചിട്ട് അത് കൊട്ടിഘോഷിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് നമ്മുടെ ഔദ്യോഗിക ചരിത്രമാക്കിയിട്ട് അത് മതേതര ചരിത്രം, പുരോഗമന ചരിത്രം എന്ന് പറഞ്ഞ് അത് പഠിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ R.C. മജുംദാറിനെ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള ചരിത്രകാരന്മാരുടെ സത്യസന്ധമായിട്ടുള്ള വീക്ഷണത്തിനൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് 11-ാം നൂറ്റാണ്ട് മുതലാണ് എന്ന്.